സംസ്ഥാന സർക്കാർ കൈവിട്ടതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാർ കൂട്ടരാജിയിലേക്ക്. പതിറ്റാണ്ടുകളായി തുടരുന്ന അവഗണനയിൽ ശമ്പളം മുടങ്ങുകയും നിത്യവൃത്തിക്ക് പോലും വകയില്ലാതാവുകയും ചെയ്യുന്നതോടെയാണ് ക്ഷേത്ര ജീവനക്കാർ രാജിവെച്ചൊഴിയാൻ തയ്യാറാകുന്നത്. ലഭിക്കുന്നത് തന്നെ തുച്ഛമായ വേതനം, അതാകട്ടെ കൃത്യസമയത്ത് ലഭിക്കുന്നുമില്ല. വീട്ടിലേക്ക് അരി വാങ്ങണമെങ്കിൽ തന്നെ പണം കടം വാങ്ങേണ്ട അവസ്ഥ. ജീവിതം വഴിമുട്ടി തുടങ്ങിയതോടെയാണ് മലബാറിലെ വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ കൂട്ടത്തോടെ രാജിയിലേക്ക് നീങ്ങുന്നത്. നിലവിൽ വിവിധയിടങ്ങളിലായി 4 പേർ രാജിവെച്ചിട്ടുമുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച് വർഷങ്ങളായെങ്കിലും അതിൻ്റെയൊന്നും ഗുണം ക്ഷേത്ര ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. ഒന്നും ശരിയാകാതെ വന്നതോടെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് ഇവർ കടക്കുന്നത്. ക്ഷേത്രം ആയതുകൊണ്ട് പലരും മുടങ്ങാതിരിക്കാൻ ക്ഷേത്രം എന്നുള്ള ഒരു സങ്കല്പമായതുകൊണ്ട് ഒരു കട അടയ്ക്കുന്ന പോലെ അടയ്ക്കരുത് എന്നുള്ള ഒരു ഇതിൽ അത്ര അവർ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയിട്ടും പിടിച്ചു നിൽക്കുകയാണ്. പിന്നെ ഗത്യന്തരമില്ലാണ്ട് അവർക്ക് രക്ഷയില്ലാണ്ടാണ് ഇപ്പോൾ 4 ആൾ രാജിവെച്ചത്. 2 ശാന്തിയും 2 കഴകും രാജിവെച്ചത്. അങ്ങനെ പലരും പല ഭാഗത്തും ഈ കണ്ണൂർ ജില്ലയിൽ ഈ അറിയുന്ന ദിക്കിലാണ് ഇത്. എല്ലാവർക്കും കൂടിയാണ് വളരെ. ഇനിയിപ്പം 100 ആൾ രാജിക്ക് ഒരുങ്ങിയിട്ടാണ്. ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല. ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, തൊഴിലാളി സ്നേഹം ഉണ്ടാവും, അല്ലെങ്കിൽ പുരോഗമനാത്മക നിയമം, ഇന്നും മദ്രാസ് നിയമം മാറ്റും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ കൊടുത്ത് 10 കൊല്ലമായിട്ട് പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത്. 2017 ഇടതു സർക്കാർ ക്ഷേത്ര ജീവനക്കാരുടെ കാര്യത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചെയർമാനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. 100 ദിവസം കൊണ്ട് സമഗ്രമായ മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും 9 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. 3 വർഷമായി നിരന്തരം മലബാർ ദേവസ്വം ബോർഡിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും തിരുകൊച്ചി ദേവസ്വം ബോർഡിനും സമസ്ത കേരള ഭാര്യ സമാജം വ്യവസ്ഥാപിതമായ വ്യക്തമായ ധാരണയോടുകൂടി കത്തുകൊടുത്തു. ഒന്നിനും ഇന്നുവരെയും ഒരു മറുപടിയും തരുന്നില്ല. ശക്തമായ പ്രതിഷേധം ഇനി അങ്ങോട്ടേക്ക് വാര്യർ സമാജത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. മറ്റൊന്ന്, ഊരായ്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ക്ഷേത്ര കഴകക്കാരൻ കാവൽ നിൽക്കുന്ന അവസ്ഥ വരെയുണ്ട്. ഒരു വാച്ച്മാൻ്റെ ജോലി വരെ ഒരു ക്ഷേത്രത്തിലെ കഴകക്കാരൻ ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു ദയനീയമായ അവസ്ഥ ഇപ്പം ക്ഷേത്രങ്ങളിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വേണ്ടത് വാഗ്ദാനങ്ങൾ അല്ലെന്നും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ശക്തമായ ഇടപെടലാണെന്നുമാണ് ഇവർ പറയുന്നത്. ജനം, കണ്ണൂർ.